സ്റ്റുഡൻസ്, ഇന്ന് +1 ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനാണ്. പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തയ്യാറാക്കാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ടേക്ക് ക്ലാസ് ഇൻ്റർവെൽ 7, ക്ലാസ് ഇൻ്റർവെൽ 7 ആയിട്ട് എടുക്കണം. ഇതിൻ്റെ സ്കോറ് 5 മാർക്കാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. പഠിച്ചാൽ 5 മാർക്ക് കിട്ടും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹൗ വി പ്രിപ്പയർ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫ്രം ദിസ്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് ആദ്യമായിട്ട് ക്ലാസ് ഉണ്ടാക്കണം. 7 ആണല്ലോ ഇവിടെ നമ്മളോട് ക്ലാസ് ഇൻ്റർവെൽ 7 എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇതിലെ ഏറ്റവും ചെറുത് ഏതാണെന്ന് ആദ്യം നോക്കുക. ഈ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് ആദ്യം നോക്കണത്. 2 ആണ് ഏറ്റവും ചെറുത്. വലുതോ 40 ആണ് വലുത്. 2 ആണ് ചെറുത്, 40 ആണ് വലുത്. അപ്പം 2 തുടങ്ങി 40 അവസാനിക്കുന്നവിടെ 7 വീതം ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ് നമ്മൾ അന്തരം 7 വെച്ചെടുത്ത് ഒരു ക്ലാസ് ആദ്യം തയ്യാറാക്കുക. ക്ലാസ് എന്നിട്ട് ഓരോ ക്ലാസ്സിൻ്റെ നേരെ വരുന്ന എണ്ണം എത്രയാണ് അത് ടാലി മാർക്കെന്ന് അടയാളപ്പെടുത്തണം. ടാലി മാർക്ക്, ഓരോ ടാലി മാർക്കിൻ്റെ എണ്ണം കണക്കാക്കി അത് ഫ്രീക്വൻസി ആയിട്ട് എഴുതണം. ഈ രീതിയിലാണ് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കേണ്ടത്. ഇങ്ങനെ ഇത് പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. പഠിച്ചു വെച്ചാൽ നമുക്ക് ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാം. എളുപ്പമുള്ളൊരു ഭാഗമാണിത് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കാൻ. നോക്കുക. ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കാൻ ഏത് രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഏറ്റവും ചെറുത് 2 ആണല്ലോ. അപ്പം 2 മുതൽ 7 ക്ലാസ് ഇൻ്റർവെൽ കൊടുത്ത് വേണം എഴുതാൻ. അപ്പം ക്ലാസ് 2 to 9, ആദ്യത്തെ ക്ലാസ് 2 to 9 വരും. 7 കൊണ്ട് 9. പിന്നെ അടുത്തത് 9 തന്നെ തുടങ്ങണം. 9 to 9 7 16, ദെൻ 16 7 23, ദെൻ 23 7 30, 23 30, 30 37, 30 37 44. ഇതാണ് ക്ലാസ്. ഇനി നമുക്ക് 2 9, 2നും 9നും ഇടയ്ക്ക് എത്രയെണ്ണം ഉണ്ടെന്ന് നോക്കണതേ. 4, 2നും 9നും ഇടയ്ക്ക് ഇങ്ങനെ കണക്കാക്കി ഇതിനെ അടയാളപ്പെടുത്തിയെടുക്കുക. 2നും 9 അടുത്തതിൻ്റെ അകത്തേ വരത്തുള്ളൂ. ഇപ്പോൾ 2നും 8, 2നും 9നും ഇടയ്ക്ക് എത്രയെണ്ണം ഉണ്ടെന്ന് എണ്ണിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ അത്രയും ടാലി മാർക്ക് അടയാളപ്പെടുത്തുക. 4 എണ്ണമാണ് റൗണ്ട് ചെയ്തിരിക്കുന്ന 4 എണ്ണം. 4. ഇനി അടുത്തത് 9 മുതൽ 16 വരെ. അപ്പം 9 ഇവിടെ വരത്തില്ല. 9 അടുത്തതിൻ്റെ അകത്ത് 9 ഇതിനുള്ളിൽ വരത്തില്ല. അത് അപ്പർ ലിമിറ്റാണ്. അത് ലോവർ ലിമിറ്റായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത്, എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം ഈ ലോവർ ലിമിറ്റിൻ്റെ അകത്തെ 9 വരത്തുള്ളൂ. 16 ഈ ക്ലാസ്സിലേ വരുള്ളൂ. പിന്നെ 23 ഈ ക്ലാസ്സിലേ വരുള്ളൂ. അങ്ങനെയാണ് കണക്കാക്കി എടുക്കേണ്ടത്. അപ്പോൾ 9 മുതൽ 16 വരെ ഏതൊക്കെയാണെന്ന് നോക്കുക. 9 മുതൽ 16 വരെ ഇതാ ഉദാഹരണമുണ്ട്. ഇവിടെ 2 എണ്ണം, 2 1 2 3 4 5. 9 മുതൽ 16 വരത്തില്ല. 4 എണ്ണം, 4 എണ്ണമാണ് 9 മുതൽ 16 വരെ. 1 2 3 4. അപ്പോൾ ഇതിൻ്റെ നേരെ അതിൻ്റെ ഫ്രീക്വൻസി എഴുതുക. എടുക്കുമ്പോൾ തന്നെ ഫ്രീക്വൻസി എഴുതിയേക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. ഇനി 16 മുതൽ 23 വരെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 16 മുതൽ 23 വരെ. 16 ഇതല്ലേ 1, 23 വരെ 2 3 4, 23 വരെ 5 6 5 6. 16 മുതൽ 23 വരെ. 16 മുതൽ 23 വരെ 1 2 3 4 5 6 7
9 എണ്ണം ഉണ്ട്. 16 മുതൽ 23 വരെ 9 എണ്ണം ഉണ്ടത് കണക്കൂട്ടി എടുക്കുക. 1 2 3 4 5-ാമത്തെ ഇങ്ങനെ ക്രോസായിട്ട് വരയ്ക്കണം. പിന്നെ അടുത്ത 4 എണ്ണം 1 2 3 4 അപ്പം 9 എണ്ണം വരും. ഇനി അടുത്തത് 23 മുതൽ 30 വരെ 23 മുതൽ 30 വരെ 6 എണ്ണം ഉണ്ട്. 3 4 5 6 നോക്കാം. 23 മുതൽ 30 വരെ 1 23 2 23 മുതൽ 30 വരെ 30 അവിടെ വരത്തില്ല. 3 4 5 6 6 ഉണ്ട്. 23 മുതൽ 30 വരെ. ഇനി 30 മുതൽ 37 വരെ 5 എണ്ണമാണ് 6 എണ്ണമാണ് ഉള്ളത്. 1 ഇതിപ്പോൾ ഇത് 6 ഇനി 30 മുതൽ 37 വരെ 1 2 3 4 5 6 നിങ്ങൾക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനി അത് തനിയെ അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. ഇനി 37 മുതൽ 44 വരെ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, 40 മാത്രം. ഈ 40 മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ 1 അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ഒരു ടാലി മാർക്കാണ് അത് 1 എടുക്കുക. എന്നിട്ട് ടോട്ടൽ ഫ്രീക്വൻസി നമ്മൾ ആ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ എണ്ണി നോക്കണം. അത് 30 എണ്ണമാണ്. ഇത് 30 എണ്ണം കിട്ടിയ ആൻസർ ശരിയാണ്. 29 30 ആകെ 30 വരും. അപ്പോൾ ഈ രീതിയിലാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കേണ്ടത്. ഈ രീതിയിലാണ്. ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ വളരെ എളുപ്പമാണ്. ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുക. അടുത്തൊരു പ്രോബ്ലമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം.